നമസ്കാരം. കാറുകളുടെ വില എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വളരെ കൂടുതലാണ്. അതായത് ഒരു കാറിൻ്റെ എക്സ് ഷോറൂം പ്രൈസിനകത്ത് ഓൾറെഡി GST ഉണ്ട്, സെസ്സും ഉണ്ട്. അതാണ് ഈ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് ഓരോ സർക്കാരും എന്താ പറയുന്നത്, റോഡ് ടാക്സ് ഇനത്തിൽ ഒരുപാട് ഭീമമായിട്ടുള്ള തുക ഈടാക്കുന്നത്. കേരളത്തിലെ റോഡ് ടാക്സിൻ്റെ സ്ലാബ് നമുക്കറിയാം. 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 11%, അതായത് എക്സ് ഷോറൂം പ്രൈസിൻ്റെ 11%, 5-നും 10-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 13%, 10-നും 15-നും ഇടയ്ക്കാണെങ്കിൽ 15%, 15-നും 20-നും ഇടയ്ക്കാണെങ്കിൽ 17%, 20-ന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 22%, 22%, 17%, 15, 13, 11 ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ്. അപ്പോൾ എക്സ് ഷോറൂം പ്രൈസിനകത്ത് ഈ GSTയും സെസ്സും ഉണ്ട്. ശരിക്കും ബേസ് പ്രൈസിനല്ലേ ഈ ഒരു റോഡ് ടാക്സ് ഈടാക്കേണ്ടത്? ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് മാരുതി സുസുക്കി, കിയ, ടാറ്റ മോട്ടോഴ്സ്, ഈ 3 വാഹന നിർമ്മാതാക്കൾ അവരുടെ വാഹനത്തിൻ്റെ വില 2025 ഏപ്രിലോടുകൂടി കൂട്ടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം 2025 ഏപ്രിൽ ആകാൻ പോവുകയാണ്. ഏകദേശം 10-15 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം എൻട്രി ലെവൽ കാറുകളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇത്തരം പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് വളരെ ഭീമമായിട്ടുള്ളൊരു ബേർഡനായിട്ട് വരും. എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4% വില കൂടാൻ പോകുന്നത്. അതായത് ഇവർ പറയുന്നത് പഴയ ബോംബുകൾ തന്നെ, അതായത് റോ മെറ്റീരിയൽസിൻ്റെ വില കൂടി, അതല്ലെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻസിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് പണം കൊടുക്കേണ്ടതായിട്ടുണ്ട്, ആ എക്സ്പെൻസ് കൂടി, പിന്നെ കൂട്ടിയതൊന്നും കുറയ്ക്കാറില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടി, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ വില കുറയുന്ന സമയത്ത് ഈ വാഹന നിർമ്മാതാക്കളൊന്നും വില കുറയ്ക്കാറില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരു പ്രൊഡക്റ്റിന് ഒരു മൂല്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വിലയുണ്ട്. ആ വിലയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര തന്നെ ആവശ്യമുണ്ടെങ്കിലും ആ ഒരു പ്രോഡക്റ്റിലേക്ക് പോകരുത്. കാരണം അത് നിങ്ങളെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മാരുതി സുസുക്കി ഈ വർഷത്തെ 3ാമത്തെ പ്രൈസ് ഹൈക്ക് ഓൾറെഡി നടത്തി കഴിഞ്ഞു. നമുക്കറിയാം ഈ ബ്രസ, ഓൾട്ടോ, കേട്ടൻ, പിന്നെ സെലേറിയോ പോലുള്ള വാഹനങ്ങളിലൊക്കെ ഇപ്പം ഓൾട്ടോ കേട്ടനിലൊക്കെ 6 എയർ ബാഗ് വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 32,500 രൂപയുടെ പ്രൈസ് ഹൈക്ക് അവർ ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു. ഇനിയിപ്പം തീർച്ചയായിട്ടും ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഒരു 4% വിലയും കൂടെ കൂട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന എൻട്രി ലെവൽ കാറ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 6.5 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും. ഇനി വില കൂട്ടുമ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 10-15,000 ടു ഒരു 20,000 രൂപയുടെ ഇടയ്ക്ക് വില കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം, ഈ വില കൂടി വാഹനത്തിൻ്റെ മൂല്യം എവിടെ എത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു ഡിമിനിഷിങ് പ്രോഡക്റ്റാണ്. ഒരു വാഹനം എൻട്രി ലെവൽ കാറിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾട്ടോ കേട്ടൻ, അതിനൊരു പർട്ടിക്കുലർ ഒരു മൂല്യമേ ഉള്ളൂ. അതിന് മുകളിലേക്കൊരു വില കമ്പനി പറയുകയാണെങ്കിൽ പോലും നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇലക്ട്രിക് കാറുകളുടെ വില കൂടും. അതുമാത്രമല്ല, ഇലക്ട്രിക് കാറുകളുടെ വില കൂടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയുടെയൊക്കെ വില കുറഞ്ഞു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവർ വില കൂട്ടും. പിന്നെ അതുമാത്രമല്ല, ഇവരുടെ ലൈനപ്പിലുള്ള ബാക്കി എല്ലാ വാഹനങ്ങളുടെയും വില കൂട്ടും. അത് എത്ര ശതമാനമാണെന്ന് മാത്രം ഇവർ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് കിയ മോട്ടോഴ്സാണ്. അപ്പോൾ കിയ ഇന്ത്യ അവർ തീർച്ചയായിട്ടും 3% വില കൂട്ടാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സോണറ്റിനെ ബാധിക്കും, സിറോസിനെ ബാധിക്കും, കാരൻസ്, അതുമാത്രമല്ല സെൽട്ടോസ്, കാർണിവൽ, ഇങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളുടെയും വില കൂടും. പക്ഷേ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് വളരെ എളിമയോടുകൂടി പറയാനുള്ളത്, നമ്മളാണ് തീരുമാനിക്കുന്നത് ഈ വാഹനം വേണമോ വേണ്ടയോ എന്നുള്ളത്. കൂട്ടിയ വില ഡിസ്കൗണ്ടായിട്ട് അവർ കുറച്ച് തരും, തീർച്ചയാണ്. കാരണം നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിനൊരു വിലയുണ്ട്, ഒരു മൂല്യമുണ്ട്. അതിന് മുകളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾട്ടോ കേട്ടനിന് 15 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കൂ? ഒരിക്കലും 10 ലക്ഷം രൂപയ്ക്കൊന്നും ഓൾട്ടോ കേട്ടൻ വാങ്ങരുത്, തീർച്ചയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ പ്രോഡക്റ്റിനും അതിന് മൂല്യമുണ്ട്. ആ മൂല്യം അനുസരിച്ച് വാങ്ങിക്കുക. തീർച്ചയായിട്ടും ഇപ്പം EV കാറുകളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന EV കാറുകളെന്ന് പറയുന്നത്, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോയുടെ കേസ് നമുക്കറിയാം. ഓൾറെഡി 24 kWh ബാറ്ററി പാക്കുണ്ട്, 19 kWh ഒരു ബാറ്ററി പാക്കുണ്ട്. അപ്പോൾ 2 ബാറ്ററി പാക്ക് അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 35 kWh ബാറ്ററി പാക്കും 25 kWh ബാറ്ററി പാക്കുമുള്ള 2 മോഡലുകൾ പഞ്ചിലും ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ടിയാഗോയുടെയൊക്കെ ടോപ്പ് എൻഡ് നമ്മൾ, അല്ലെങ്കിൽ 24 kWh ബാറ്ററി പാക്കിൻ്റെ ആ ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 293 കിലോമീറ്ററാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ആ ക്ലെയിം ചെയ്യുന്ന റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ എപ്പോഴും ഇലക്ട്രിക് കാറുകൾ എടുക്കുമ്പോൾ ലോങ് റേഞ്ച് നോക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന
5ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും 421 അവർ ലോങ് റേഞ്ചിൽ പറയുന്നത്, കിട്ടുന്നത് 300-310 ശരിക്കും അതാണ് വേണ്ടത്. 421 പറഞ്ഞു കഴിഞ്ഞാൽ 370 തീർച്ചയായിട്ടും കിട്ടണ്ടേ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പണം കൊടുത്തിട്ട് ഇപ്പം അഡ്വഞ്ചർ ലോങ് റേഞ്ച് ആ മോഡലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി ഓൺ റോഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനം ഇപ്പം നമ്മുടെ കേരള സർക്കാർ കുറച്ചും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ഇലക്ട്രിക് കാറുകളുടെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് 5% നിന്നും 8% ഉയർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും അത് നമ്മൾ നമ്മുടെ ബില്ലിൽ അത് തീർച്ചയായിട്ടും വരും. ഇനി ഈ കൂട്ടിയ നികുതി കാര്യങ്ങളൊന്നും ഒരിക്കലും കുറയ്ക്കില്ല. അപ്പോൾ ഇതിങ്ങോട്ട് കൂട്ടി വെക്കും. അത് മാത്രമല്ല പാരലായിട്ട് ഇനി അടുത്ത ബഡ്ജറ്റിൽ, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത ബഡ്ജറ്റിൽ ഈ പറയുന്ന ഐസ് വേർഷൻ കാറുകളുടെയും നികുതി അങ്ങ് കൂട്ടും. അപ്പോൾ ഈ ഒരു അന്തരം എപ്പോഴും, ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മികച്ച ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ, മികച്ച ബാറ്ററി ടെക്നോളജിയിൽ, അതുമാത്രമല്ല മോട്ടറിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പവർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്ച്വൽ റേഞ്ചും റിയൽ റേഞ്ചും തമ്മിൽ ഇപ്പം അവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഉണ്ടല്ലോ, അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന റേഞ്ചും, ഇത് തമ്മിൽ വലിയ അന്തരം പാടില്ല. അങ്ങനെ അന്തരമില്ലാത്ത അവസ്ഥ വരാനായിട്ട് തീർച്ചയായിട്ടും നല്ല ബാറ്ററി ടെക്നോളജി വേണം. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ക്വിക്ക് ചാർജിങ്ങിൻ്റെ അത്തരം ഫെസിലിറ്റിയും ആവശ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള രീതിക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇനി BYDയിലാണ് പ്രതീക്ഷ. BYDയുടെ സീഗൾ എന്ന് പറയുന്ന കാർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.